വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്ത് നഗരത്തിൽ നിന്നും കിഴക്കോട്ട് യാത്ര ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ. അവിടുത്തെ ചില സ്വർണ്ണഖനികൾ കാണുകയാണ് ലക്ഷ്യം. ദീർഘമായ യാത്രയാണ്. ഇടയ്ക്കിടെ ചില ജനവാസ ഇടങ്ങളെത്തും. എന്നാൽ കൂടുതലും വിജനമായ അർദ്ധമരുഭൂ സമാനമായ പ്രദേശങ്ങളാണ്. മരങ്ങളുണ്ട്, എങ്കിലും വരണ്ട ഭൂമിയാണ്. അലക്സാണ് ഡ്രൈവിംഗ് സീറ്റിൽ. പിന്നിൽ റെജി പുല്ലാട്ടും ഇരിപ്പുണ്ട്. 700 കിലോമീറ്ററെങ്കിലും ഇന്നോടണം. ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പെർത്തിൽ നിന്നും പുറപ്പെട്ടത്. കൽഗൂർലി എന്ന സ്ഥലമാണ് ലക്ഷ്യം. രാത്രിയാവും അവിടെ എത്താൻ. അവിടെയാണ് ഇന്ന് രാത്രി താമസിക്കേണ്ടതും. നാളെ രാവിലെ അവിടുത്തെ ഖനികൾ കാണാൻ പോകണം. ഓസ്ട്രേലിയൻ ഉൾനാടുകളുടെ ഒരു സ്വഭാവമാണ് ഇക്കാണുന്നത്. പ്രധാന പാതയെല്ലാം 2 വരിയാണ്. അതങ്ങനെ നീണ്ടുകിടക്കുന്നു. വലിയ ഉയർച്ച താഴ്ചകളില്ലാത്ത ഭൂമി. ഇടയ്ക്ക് വലിയ ഒഴുക്കൊന്നുമില്ലാത്ത നദികൾ, മൈതാനക്കാടുകൾ പോലുള്ള പ്രദേശങ്ങൾ. റോഡ് ട്രെയിൻ എന്ന് വിളിക്കുന്ന വമ്പൻ ട്രക്കുകളാണ് വഴിയിൽ ഇടയ്ക്കിടെ കാണുക. ഓരോന്നിന്റെയും പിറകിൽ 2ഓ 3ഓ ട്രെയിലറുകളുള്ള ട്രക്കുകൾ. അതുകൊണ്ടാണ് അതിനെ റോഡ് ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഓസ്ട്രേലിയയിലൂടെയുള്ള യാത്രയിൽ എവിടെയും ധാരാളമായി കാണും റോഡ് ട്രെയിനുകളെ. ചരക്കുനീക്കത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് അവയാണ്. ഒരു ഡ്രൈവർ മതിയല്ലോ. തിരക്കില്ലാത്ത നിരന്ന പാതയുമാണ്. ജനസംഖ്യ കുറഞ്ഞ നാടായതിനാൽ ഒരു ഡ്രൈവറെ വെച്ച് എങ്ങനെ പരമാവധി ചരക്ക് നീക്കാം എന്നതിന്റെ ഉദാഹരണമാണ് റോഡ് ട്രെയിനുകൾ. അന്തമില്ലാതെ എന്നോണം നീണ്ടുകിടക്കുന്ന ഹൈവേ. അതിലൂടെ ഞങ്ങൾ അങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെയുള്ള കൃഷിയിടങ്ങൾ. ഗോതമ്പ് കൃഷി നടക്കുന്ന നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന കൃഷിയിടങ്ങളാണ്. ഞങ്ങൾ കടന്നുപോകുന്ന ഈ ഭാഗങ്ങളെല്ലാം വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ വീറ്റ് ബെൽറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വിന്റർ കഴിഞ്ഞ സമയമാണിപ്പോൾ. സമ്മർ തുടങ്ങാൻ പോകുന്നു. എങ്കിലും തണുപ്പുണ്ട്. ഞങ്ങൾ ഈ പോകുന്ന റോഡിന് സമാന്തരമായി റെയിൽവേ ലൈനും കാണാം. കൽഗൂർലി, കൂൾഗാർഡി എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം സ്വർണ്ണ ഖനികളുണ്ട്. 1 നൂറ്റാണ്ട് മുൻപേ പ്രവർത്തനം തുടങ്ങിയ ഖനികൾ. സ്വർണം കൊണ്ടുപോകാനാണ് ഇതുവഴി റെയിൽവേ ലൈൻ പണിതത്. അലക്സ് അതിന്റെ കഥകളൊക്കെ പറഞ്ഞു. ഇദ്ദേഹം സ്വർണ്ണഖനിയിൽ കുറെ കാലം ജോലി ചെയ്തയാളാണ്. യാത്രയിൽ ഉടനീളം അലക്സ് തന്റെ ധീരസാഹസികമായ സ്വർണ്ണഖനി കഥകൾ പറയുന്നുണ്ട്. കേട്ടിരിക്കാൻ രസമുള്ള കഥകളാണ്. എവിടെയാണെങ്കിലും സ്വർണ്ണഖനികൾ അനേകം കഥകളുടെ ഖനികൾ കൂടിയാണല്ലോ. കുറെ ദൂരമോടി കാർ ഇപ്പോൾ മെക്കറിംഗ് എന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. മെക്കറിങ്ങിനെ ഒരു പട്ടണമെന്നൊന്നും വിശേഷിപ്പിക്കാനാവില്ല. ഒരു സബർബ്. ഇവിടെ ഒരു കാഴ്ചയുണ്ടെന്ന് പറഞ്ഞ് ഹൈവേയിൽ നിന്നും ഒരു ഉൾപാതയിലേക്ക് വണ്ടി കയറ്റി അലക്സ്. ഈ വഴിക്ക് സ്ഥിരം സഞ്ചരിച്ചുകൊണ്ടിരുന്നയാളാണ് അലക്സ്. ഖനിയിൽ ജോലി ചെയ്തിരുന്ന കാലത്താണത്. ഇവിടെ ചെറിയൊരു മ്യൂസിയം പോലുള്ള ചില ഫെസിലിറ്റികളുണ്ട്. മെക്കറിംഗ് പ്രദേശത്ത് പണ്ട് വലിയൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു. അതിന്റെ ചില സ്മാരകങ്ങളും കാഴ്ചകളും ഇവിടെയുണ്ട്. ചെറിയൊരു പാർക്ക്, ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു പിക്നിക് സ്പോട്ട്. മെക്കറിംഗ് എർത്ത്ക്വേക്കാണ് ഇവിടെ നടന്ന പ്രധാന ചരിത്ര സംഭവം. 1968 ഈ പ്രദേശത്തെ ഒന്നാകെ ഉലച്ചുകളഞ്ഞ ആ ഭൂകമ്പം. അതിന്റെ ഭീകരത വെളിവാക്കുന്ന ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഭൂകമ്പം സംബന്ധിച്ചു വന്ന പത്രവാർത്തകളും. 1968 ഒക്ടോബർ 14 രാവിലെ 10:59 ആ ഭൂകമ്പമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ആ ഭൂചലനം 40 സെക്കൻഡുകൾ നീണ്ടുനിന്നു. ഓസ്ട്രേലിയയിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പമായിരുന്നു അത്. മെക്കറിംഗ് ആയിരുന്നു അതിന്റെ പ്രഭവ കേന്ദ്രം. മെക്കറിങ്ങിന് 700 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂചലനം അനുഭവപ്പെട്ടു. ഗോൾഡൻ പൈപ്പ് ലൈൻ എന്നത് പെർത്തിൽ നിന്നും ഗോൾഡ് ഫീൽഡിലേക്കും ഗോതമ്പ് പാടങ്ങളിലേക്കും വെള്ളം എത്തിച്ചിരുന്ന പൈപ്പ് ലൈനാണ്. അതിലെ വലിയ പൈപ്പുകളാകെ ചുളുങ്ങിക്കൂടിപ്പോയിരുന്നു ഭൂകമ്പത്തിൽ. അതിന്റെ ഒരു കഷ്ണമൊക്കെ ഈ മ്യൂസിയത്തിലെ പ്രദർശന വസ്തുക്കളാണ്. 1/2 നൂറ്റാണ്ടിലേറെയായി ഇതിവിടെയുണ്ട്. ഇങ്ങനെ വലിയൊരു വിള്ളൽ ഭൂമിയിലുണ്ടായി. ഒരാൾക്ക് ഇറങ്ങി നിൽക്കാവുന്ന തരം വലിയ വിള്ളൽ. ഭൂകമ്പത്തിൽ ഭൂമിയിൽ ഇത്രയും വലിയ വിള്ളൽ ഉണ്ടാവുന്നത് അപൂർവമാണ്. 2.5 മീറ്റർ ആഴമുള്ള വിള്ളലായിരുന്നു അത്.
1968 ഇവിടെ ജനവാസം നന്നേ കുറവായിരുന്നു. ഇവിടെ വേറൊരു ചിത്രമുണ്ട്. ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ പാതയ്ക്ക് സമാന്തരമായി കണ്ട റെയിൽവേ ലൈനാണിത്. അതിങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോയി. ഭൂകമ്പം ഭൂമിയിലുണ്ടാക്കുന്ന മാറ്റത്തിന്റെ നല്ലൊരു തെളിവാണിത്. ഭൂമി പലയിടത്തും ഉയരുകയും താഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മ്യൂസിയത്തിൽ ഭൂകമ്പത്തിന്റെ ശക്തി വ്യക്തമാക്കുന്ന കാഴ്ചയായി ഇത് പ്രദർശിപ്പിക്കുന്നു. വളഞ്ഞു പുളഞ്ഞു പോയ റെയിൽവേ ട്രാക്കിന്റെ ഒരു ഭാഗം ഇവിടെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അന്നത്തെ അതേ ട്രാക്കുകൾ. ഈസ്റ്റേൺ ഗോൾഡ് ഫീൽഡ്സ് റെയിൽവേയുടെ ഭാഗമായിരുന്ന പാളമാണ് സ്റ്റാൻഡേർഡ് ഗേജ് റെയിൽവേ. അതിന്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി ഒരു കാപ്പി കുടിക്കാമെന്ന് തീരുമാനിച്ചു. റജി പുല്ലാട്ട് കാപ്പിയും ലഘുഭക്ഷണവുമെല്ലാം വണ്ടിയിൽ കരുതിയിട്ടുണ്ട്. ദീർഘയാത്രയ്ക്കിടെ റെസ്റ്റോറന്റുകളൊന്നും കണ്ടുകിട്ടണമെന്നില്ല. അപൂർവം സ്ഥലങ്ങളിൽ ചില പെട്രോൾ പമ്പിലൊക്കെ അതുണ്ടാവൂ. ജനവാസം കുറവായതിനാൽ കടകൾ വിരളമാണ്. അതുകൊണ്ട് വണ്ടിയിൽ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഓരോ കാപ്പി കുടിച്ചു. ക്ഷീണമൊക്കെ മാറ്റി വീണ്ടും യാത്ര തുടരുകയാണ്. ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും ക്യാമ്പിംഗ് സൈറ്റുമൊക്കെയുണ്ട്. ആളുകൾക്ക് വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. രാത്രിയിൽ താമസിക്കുകയും ചെയ്യാം. അതിന് അനുവാദമുള്ള സ്ഥലമാണ്. ഇവിടെ അടുത്താണ് 1968 ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. റെയിൽപാളം ക്രോസ് ചെയ്ത് ഗ്രേറ്റ് ഈസ്റ്റേൺ ഹൈവേയിൽ നിന്ന് ഞങ്ങൾ അല്പം ഉള്ളിലേക്ക് പോവുകയാണ്. കൃഷിയിടങ്ങളിലേക്കുള്ള പാതയാണിത്. ഇവിടം വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ വീറ്റ് ബെൽറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോതമ്പ് ഉൽപാദന കേന്ദ്രം. വിശാലമായ ഗോതമ്പ് പാടങ്ങളാണ് കാഴ്ച. ഇവിടുത്തെ വീറ്റ് ബെൽറ്റ് ചെറിയൊരു പ്രദേശമൊന്നുമല്ല. 1.5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ പരന്നു കിടക്കുകയാണത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്താണ് ഇവിടെ ഗോതമ്പ് കൃഷി വ്യാപകമായി തുടങ്ങിയത്. എന്നാൽ 1950കളിലും 60കളിലുമെല്ലാം പഴഞ്ചൻ രീതികൾ പിന്തുടർന്നായിരുന്നു ഇവിടുത്തെ കൃഷി. ഇവിടെ വലിയൊരു ഗോതമ്പ് പാടത്തിനരികെ ഞങ്ങൾ വണ്ടി നിർത്തി. ആയിരക്കണക്കിന് ഹെക്ടർ പ്രദേശത്ത് പരന്നു കിടക്കുകയാണ് പാടം. അതിന്റെ ഒരറ്റമാണിത്. വിളഞ്ഞ് കൊയ്ത്തിന് പാകമായ ഗോതമ്പ്. പണ്ട് പല പല കർഷക കുടുംബങ്ങൾ പരസ്പരം സഹകരിച്ചാണ് കൊയ്ത്തും മെതിയുമെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ചെറിയ ചെറിയ കർഷക സെറ്റിൽമെന്റുകൾ അന്നുണ്ടായിരുന്നു. വലിയ വെല്ലുവിളികൾ നേരിട്ടാണ് അവരിവിടെ ജീവിച്ചിരുന്നത്. വൈദ്യുതിയോ ജലസേചന സൗകര്യങ്ങളോ ഇല്ല. കുതിരയെ ഉപയോഗിച്ച് നിലമുഴുതാണ് കൃഷി നടത്തിപ്പോന്നത്. സാഹസികമായി ഭാഗ്യം പരീക്ഷിക്കാൻ ഇറങ്ങിയവരായിരുന്നു ഇന്ന് വീറ്റ് ബെൽറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്തേക്ക് ആദ്യമെത്തിയ യൂറോപ്യർ. സ്വർണ്ണഖനനത്തിനായി വന്ന് അതിൽ വേണ്ടത്ര വിജയിക്കാതായപ്പോൾ കൃഷിയിലേക്ക് തിരിഞ്ഞവരുമുണ്ട്. പണ്ടത്തെ പോലെ കുതിരയെ വെച്ച് നിലമുഴുന്ന രീതിയൊന്നും ഇപ്പോഴില്ല. ഇവിടെ കൃഷി പൂർണ്ണമായും യന്ത്രവൽകൃതമായി കഴിഞ്ഞു. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഈച്ചശല്യമായിരുന്നു. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ എവിടെയും ഇപ്പോഴുമുണ്ട് ഈച്ചശല്യം. യാത്ര തുടരുമ്പോൾ അതുതന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. കൊച്ചിയിലെ കൊതുക് ശല്യം എന്നതുപോലെയാണ് ഇവിടുത്തെ ഈച്ചശല്യം. എന്നാൽ കൊതുകിനെ പോലെ ഈച്ചകൾ കടിക്കുകയൊന്നുമില്ല. ജനവാസ പ്രദേശങ്ങളാകട്ടെ വിജനസ്ഥലങ്ങളാകട്ടെ എല്ലായിടത്തും നിറയെ ഈച്ചയുണ്ടിവിടെ. അലക്സ് ഒരിടത്ത് വണ്ടി കൊണ്ടുചെന്ന് നിർത്തി. ഇവിടെ സാലിസ്ബറി എന്നു പേരുള്ള ഒരു പഴയ വീടുണ്ടായിരുന്നു. അത് ഭൂകമ്പത്തിൽ തകർന്നുപോയി. 1968 മെക്കറിംഗ് ഭൂകമ്പത്തിൽ വീടുകൾ തകർന്നുപോയത് ഈ ഭാഗത്തൊക്കെയാണ്. കൂടുതൽ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. കർഷകരുടെ ഒറ്റപ്പെട്ട വീടുകളായിരുന്നല്ലോ അന്ന് ഈ പ്രദേശത്തുള്ളത്. സാലിസ്ബറി എന്ന വീടിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഞങ്ങൾ അവിടേക്ക് ചെന്നു. ഈ പ്രദേശത്തു നിന്നൊക്കെ വെട്ടിയെടുത്ത കല്ലുകൊണ്ട് 1904 പണിത വലിയൊരു വീടാണ്. ചുണ്ണാമ്പ് കല്ലാണ് പ്രധാന നിർമ്മാണ വസ്തു. ഇഷ്ടികയും ഉപയോഗിച്ചിട്ടുണ്ട്. 10,000 മരിച്ച ഭുജിലെയും ലാത്തൂരിലെയും ഭൂകമ്പങ്ങളെക്കുറിച്ചറിയുന്ന നമുക്ക് വെറും 24 പേർക്ക് പരിക്കേൽക്കുക മാത്രം ചെയ്ത മെക്കറിംഗ് ഭൂകമ്പം നിസാര സംഭവമായി തോന്നാം. പക്ഷേ ഇന്നാടിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സംഭവമായിരുന്നു. ഈ വീട് തകർന്നതൊക്കെ ചരിത്ര സംഭവമായി വിവരിച്ച് ഒരു സ്മാരകമായി ഇത് നിലനിർത്തുകയാണ്. ഗ്രഹാം സ്നൂക്ക് എന്നയാൾ ഭാര്യയും കുഞ്ഞുമൊത്തു വസിച്ചിരുന്ന വീടാണിത്. 1968 ഒക്ടോബർ 14 രാവിലെ ഭൂകമ്പമുണ്ടാകുമ്പോൾ
ഗ്രഹാം സ്ഥലത്തുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ 17 മാസം പ്രായമുള്ള മകൾ ഡെബ്ബിയുമൊത്ത് ഒരു കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഭൂചലനത്തിൽ തകർന്ന വീടിന്റെ കൽഭിത്തി അവർ കിടന്നതിന്റെ എതിർവശത്തേക്ക് മറഞ്ഞു വീണു. അതിനാൽ രണ്ടുപേരും പരിക്കൊന്നും ഏൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. 1960കളിലൊക്കെ വളരെ ചെറിയ കമ്മ്യൂണിറ്റികളാണ് ഇത്തരം പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. അവർ ഒന്നിച്ച് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് കഴിഞ്ഞു പോന്നു. ഒരു പട്ടണത്തിൽ എത്തണമെങ്കിൽ 100 കണക്കിന് കിലോമീറ്റർ താണ്ടണം. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞങ്ങൾ വണ്ടിയിൽ കയറി. അലക്സ് സരസമായി കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നതാണ് ഈ വിരസമായ യാത്രയിലെ ഒരാശ്വാസം. വീണ്ടും ഹൈവേയിലേക്കെത്തി. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ വീറ്റ് ബെൽറ്റ് എന്നാൽ ഇതാണ്. നിരവധി കിലോമീറ്ററുകളോളം ഗോതമ്പ് പാടങ്ങൾ മാത്രമാണ് കാഴ്ച. കർഷകരാണ് ഇവിടെയൊക്കെയുള്ള ഗ്രാമങ്ങളിൽ വസിക്കുന്നത്. അവരുടെ വലിയ കൃഷിയിടങ്ങൾ, പിന്നെ ആടുവളർത്തൽ കേന്ദ്രങ്ങളും ഉണ്ടാവും. കൃഷിയിടങ്ങൾക്കിടയിൽ ആളുകൾ വസിക്കുന്ന പ്രദേശങ്ങളെ ഗ്രാമങ്ങൾ എന്നല്ല ഇവിടെ വിളിക്കുന്നത്, സബർബുകൾ എന്നാണ്. ഒരു ഭാഗത്തുകൂടി പൈപ്പ് ലൈൻ പോകുന്നത് കാണാം. അത് ഈ പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്കും സ്വർണ്ണഖനിയുള്ള പ്രദേശങ്ങളിലേക്കും വെള്ളമെത്തിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. ഗോൾഡ് ഫീൽഡ്സ് വാട്ടർ സപ്ലൈ സ്കീമിന്റെ ഭാഗമായ പൈപ്പ് ലൈൻ 1896-ൽ കമ്മീഷൻ ചെയ്ത പദ്ധതിയാണ്. ഒരു ദുരന്ത കഥയുണ്ട് ആ പൈപ്പ് ലൈനു പിന്നിൽ. DY ഓക്കണർ എന്ന ഐറിഷ് എഞ്ചിനീയറാണ് ആ പദ്ധതി ആവിഷ്കരിച്ചത്. ഭീമമായ മുതൽമുടക്കു വരുന്ന പദ്ധതി വെസ്റ്റേൺ ഓസ്ട്രേലിയയെ കടത്തിൽ മുക്കിക്കളയുമെന്ന് അന്ന് അദ്ദേഹത്തിന്റെ എതിരാളികളും പത്രങ്ങളും വ്യാപകമായി പ്രചരിപ്പിച്ചു. അദ്ദേഹത്തെ പരിഹസിച്ചവരിൽ പാർലമെന്റ് അംഗങ്ങളും ഉണ്ടായിരുന്നു. ജലവിതരണ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന് ഒരാഴ്ച മുൻപ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഞങ്ങൾ കുണ്ടർഡിൻ എന്ന ഒരു സബർബിലേക്കെത്തി. ഫാമുമായി ബന്ധപ്പെട്ട മെഷീനറികൾ, വളം എന്നിങ്ങനെയുള്ളതെല്ലാം കിട്ടുന്ന വലിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇടമാണിത്. ട്രാക്ടറുകൾ, കൊയ്ത്ത് യന്ത്രം എന്നിവയെല്ലാം വാടകയ്ക്ക് നൽകുന്ന കേന്ദ്രങ്ങളുമുണ്ട്. എല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ടവ മാത്രം. കുണ്ടർഡീൻ പ്രദേശത്ത് സ്ഥിരവാസികളായി 600 ആളുകളെയുള്ളൂ. പെട്രോൾ പമ്പുകൾ ഇങ്ങനെയാണ്. അധികം ജനവും വാഹനങ്ങളുമില്ലാത്ത ഇവിടെയൊക്കെ അത്രയേ ആവശ്യമുള്ളൂ. പൂർണ്ണമായും കാർഷിക ഗ്രാമമാണ് കുണ്ടർഡിൻ. കുറച്ചു കെട്ടിടങ്ങളുണ്ട്, എന്നാൽ ഒരിടത്തും മനുഷ്യരെ കാണുന്നില്ല. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മനുഷ്യരെല്ലാം വീടിനകത്താണ്. 4 മണി കഴിഞ്ഞാൽ കുണ്ടർഡീനിലൊന്നും ഒരു സ്ഥാപനവും തുറന്നിരിക്കുന്നത് കാണുകയുമില്ല. രാവിലെ 10 മണിക്ക് കടകൾ തുറക്കും, 4 മണിക്ക് അടയ്ക്കുകയും ചെയ്യും. സന്ധ്യയാവുന്നതോടെ എല്ലായിടവും തീർത്തും വിജനമാവും. ഹൈവേയിലൂടെയുള്ള യാത്രയ്ക്കിടെ ഒരു സഹായവും കിട്ടില്ല. അതാണ് ഓസ്ട്രേലിയയുടെ ഉൾനാടുകളിലെ ഒരു സ്ഥിതി. പൈപ്പ് ലൈൻ റോഡിന് പാരലലായി അങ്ങനെ പോകുന്നു. ഇടയ്ക്കിടെ റെയിൽവേ ലൈനിനെ ക്രോസ് ചെയ്താണ് പോകുന്നത്. റോഡും റെയിൽവേ ലൈനും മിക്കയിടത്തും പാരലലായി ആണ്. ഇടയ്ക്ക് വലത്തേക്കും ഇടത്തേക്കും മാറുന്നുണ്ടെന്ന് മാത്രം. കുണ്ടർഡിൻ പിന്നിട്ട് പോകുന്ന ഭാഗത്ത് കുറെ തടാകങ്ങളുണ്ട്. ഉപ്പുജല തടാകങ്ങളാണത്. ഇപ്പോൾ ടമിൻ എന്ന സബർബണിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഗുഡ്സ് വണ്ടി കിടപ്പുണ്ട്. ഗോതമ്പ് കൊണ്ടുപോകാൻ വന്ന വണ്ടിയാണ്. ഗോതമ്പ് ഉൽപാദനത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ടമിൻ. ഇത്രയൊക്കെയുള്ളൂ ടമിൻ ടൗൺ. ഒരാളെയും എവിടെയും കാണുന്നില്ല. ആളൊഴിഞ്ഞുപോയ പട്ടണമാണോ എന്ന് സംശയിച്ചു പോകും. ടമിൻ ടൗൺ ഹാൾ ആണിത്. 1911-ൽ പണിതതാണ് ടൗൺ ഹാൾ. വെറും 130 ആളുകളെയുള്ളൂ ടമിൻ പട്ടണത്തിൽ. 1893-ലാണ് ഇവിടെ യൂറോപ്യന്മാർ താമസം ആരംഭിച്ചത്. അന്നു മുതൽ കൃഷിയുടെ ഒരു വലിയ കേന്ദ്രമാണിത്. ഇവിടെ പ്രധാനമായും കാണുന്നത് കൂറ്റൻ ധാന്യ സംഭരണികളാണ്. 1932-ലാണ് ഇവിടെ ഇത്തരത്തിലുള്ള സംഭരണികൾ ആദ്യമായി സ്ഥാപിച്ചത്. ഇതിന്റെ മറുഭാഗത്ത് റെയിൽവേ ട്രാക്കാണ്. അവിടെ വെച്ച് ഗുഡ്സ് ട്രെയിനുകളിലേക്ക് ധാന്യം നിറച്ച്
ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇക്കാണുന്നതൊക്കെ ഗോഡൌണുകളാണ്. ഈ പ്രദേശത്തുകൂടിയുള്ള യാത്രയിൽ 5-6 കിലോമീറ്ററുകൾ പോകുമ്പോൾ വലിയ ധാന്യ സംഭരണികൾ കാണാം. അത്രയേറെ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ. രാജ്യത്തിന്റെ ആവശ്യം കഴിഞ്ഞ് കയറ്റുമതി ചെയ്യാൻ മാത്രം ഗോതമ്പ് വിളയുന്നുണ്ട് ഓസ്ട്രേലിയയിൽ. ചുറ്റുപാടുമുള്ള 100 കണക്കിന് ഹെക്ടർ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പ് അത്രയും എത്തുന്നത് ടമിൻ ടൗണിലെ സംഭരണ കേന്ദ്രങ്ങളിലേക്കാണ്. CBH എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കോപ്പറേറ്റീവ് ബൾക്ക് ഹാൻഡലിംഗ് എന്ന ഓർഗനൈസേഷനാണ് കർഷകരിൽ നിന്ന് ഗോതമ്പ് ശേഖരിക്കുന്നതും അത് പാക്ക് ചെയ്ത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതും കയറ്റുമതി ചെയ്യുന്നതും. അതിനായി അവർക്ക് കൂറ്റൻ സംഭരണികളും ഗുഡ്സ് ട്രെയിനുകളും സ്വന്തമായുണ്ട്. ഈ പാതയിലൂടെ പോകുമ്പോൾ കുറെ നേരം കാണുന്ന കൃഷിഭൂമി നമ്മുടെ നാട്ടിലേതുപോലെ അനേകം കർഷകരുടേതാണ് എന്ന് ധരിക്കരുത്. 1000 ഏക്കറിലേറെ കൃഷിസ്ഥലമുണ്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ മിക്ക കർഷകർക്കും. 10,000 ഏക്കറിലധികം ഭൂമിയുള്ളവരും ധാരാളം. ചിലയിടത്ത് ഇങ്ങനെയുള്ള ചെറിയ ജനവാസ ഇടങ്ങളുണ്ട്. പക്ഷേ ഇവിടെയൊന്നും റെസ്റ്റോറന്റുകൾ കാണുന്നില്ല. 100 കിലോമീറ്ററൊക്കെ കൂടുമ്പോഴുള്ള ഒരു പെട്രോൾ പമ്പിനോടനുബന്ധിച്ചാവും ഒരു ചെറിയ റെസ്റ്റോറന്റ് ഉണ്ടാവുക. മെർഡിൻ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെയും ധാന്യ സംഭരണികളാണ് കൂടുതലായും കാണുന്നത്. ഇത്തരം ചെറിയ ടൗണുകളിലെല്ലാം എയർ സ്ട്രിപ്പുകളുണ്ട് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ. 2ാം ലോകമഹായുദ്ധകാലത്ത് റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സിന്റെ ഒരു ഫ്യൂവലിംഗ് സ്റ്റേഷൻ മെർഡിനിൽ പ്രവർത്തിച്ചിരുന്നു. ഒരു കാർഷിക പ്രദേശത്തിനുള്ളതിനേക്കാൾ പ്രാധാന്യം ഈ മെർഡിൻ പ്രദേശത്തിന് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ഗോൾഡ് ബെൽറ്റ് മേഖലകളിലേക്ക് കുതിരപ്പുറത്തും കുതിരവണ്ടികളിലും ആളുകൾ പോയിക്കൊണ്ടിരുന്ന 19ാം നൂറ്റാണ്ടിൽ അവരുടെ ഒരു പ്രധാന വിശ്രമ ഇടമായിരുന്നു ഈ പ്രദേശം. സ്വർണവേട്ടയുടെ കാലമായിരുന്നു അത്. ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. അത് പിന്നിടുമ്പോൾ ഇങ്ങനെയുള്ള വീടുകളാണ് കാഴ്ച. ഇതാണ് ഇവിടുത്തെ വീടുകളുടെ ഒരു സ്വഭാവം. ചെറിയ ഒറ്റനില വീടുകൾ. ഓസ്ട്രേലിയൻ സായിപ്പുമാർ ഇത്തരം വീടുകളിലാണ് വസിക്കുന്നത്. മെറിഡിനിൽ വഴിയരികിൽ ഒരു മിലിറ്ററി മ്യൂസിയം കണ്ട് വണ്ടി നിർത്തി ഞങ്ങൾ അവിടെ ഇറങ്ങി. കുറെ ടാങ്കുകളും കവചിത വാഹനങ്ങളുമെല്ലാം അവിടെ കിടപ്പുണ്ട്. അതിനകത്തേക്ക് കയറാൻ വേണ്ടി ചെന്നപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ മ്യൂസിയങ്ങൾ പോലും 3 മണിയാവുമ്പോഴേക്കും അടയ്ക്കും. രാവിലെ 10 മണിക്ക് തുറക്കും. ഒരു സീ പ്ലെയിൻ ഉണ്ട് ഇവിടെ. അടിഭാഗം ഒരു ബോട്ടിന്റേതുപോലെയാണ്. 2ാം ലോകമഹായുദ്ധകാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്നതാണ്. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിലും കൊറിയൻ വിയറ്റ്നാം യുദ്ധങ്ങളിലും ഉപയോഗിച്ച മിലിറ്ററി വാഹനങ്ങളും മറ്റുപകരണങ്ങളും ഈ മ്യൂസിയത്തിലുണ്ട്. പലതും വർക്കിംഗ് കണ്ടീഷനിൽ ഉള്ളവ തന്നെയാണ്. പരേഡുകൾക്കും മറ്റും അവ ഉപയോഗിക്കാറുമുണ്ട്. ഇതൊരു ഹോവിറ്റ്സർ തോക്കാണ്. ഓസ്ട്രേലിയയിലൂടെയുള്ള യാത്രയിൽ പല ഗ്രാമങ്ങളിലും ഇങ്ങനെയുള്ള മ്യൂസിയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഹിസ്റ്ററി മ്യൂസിയം ആവാം, യുദ്ധോപകരണങ്ങളുടേതാവാം. ഇനിയും 332 കിലോമീറ്റർ കൂടി പോയാലേ കൽഗൂർലിയിൽ എത്തുകയുള്ളൂ. ഇപ്പോൾ സമയം 4 മണിയാവാറായി. 8 മണിയെങ്കിലും ആവും ഞങ്ങൾ കൽഗൂർലിയിൽ എത്താൻ. കൃഷിയിടങ്ങളാണ് എവിടെയും കാഴ്ച. അതില്ലാത്തിടത്ത് കുറ്റിക്കാടുകളും. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. എന്റെ കൂടെയുള്ള സുഹൃത്തുക്കളാണ് അത് പറഞ്ഞത്. റോഡിൽ കങ്കാരുകൾ പ്രത്യക്ഷപ്പെടും. ഈ പറമ്പുകളിലെല്ലാം കങ്കാരുക്കളുണ്ട്. അവ പകൽ നേരത്ത് മരക്കൂട്ടങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുകയാവും. അലക്സിന് ഡ്രൈവിംഗ് ഒരു ഹരമാണ്. നേരം സന്ധ്യയാവുന്നു. ഇനി സൂക്ഷിക്കണമെന്ന് അലക്സ് പറയുന്നുണ്ട്. ചിലപ്പോൾ കങ്കാരുക്കൾ റോഡിനു കുറുകെ ചാടും. അധികം സ്പീഡിൽ പോകാനാവില്ല. അറബി നാടുകളിൽ അപ്രതീക്ഷിതമായി ഒട്ടകം റോഡിലേക്ക് ചാടും പോലെയാണ് ഇവിടെ കങ്കാരുക്കൾ ചാടുക. സദേൺ ക്രോസ് എന്നൊരു സ്ഥലമാണ് ഇപ്പോൾ പിന്നിടുന്നത്. പണ്ട് വലിയ സ്വർണ്ണഖനികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് സദേൺ ക്രോസ്. പക്ഷേ അവിടുത്തെ സ്വർണ്ണ നിക്ഷേപം മുഴുവൻ കുഴിച്ചെടുത്ത് ഖനിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചതോടെ ഇന്നിവിടം സജീവമല്ല. വലിയൊരു ശതമാനം ആളുകളും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുന്നു.
സദേൺ ക്രോസ് കഴിഞ്ഞ് ഞങ്ങൾ കൂൾഗാർഡി എന്ന പട്ടണത്തിലേക്ക് എത്തി. കൽഗൂർലിക്ക് തൊട്ടുമുൻപുള്ള പട്ടണമാണ് കൂൾഗാർഡി. ഇതും പണ്ട് വലിയ അളവിൽ സ്വർണ്ണ ഖനനം നടന്നിരുന്ന സ്ഥലമാണ്. കൂൾഗാർഡിയും കടന്ന് ഒടുവിൽ ഞങ്ങൾ കൽഗൂർലിയിലേക്ക് എത്തി. വഴിക്ക് എവിടെ നിന്നും ഭക്ഷണം കിട്ടിയില്ല. ഇവിടെ ഒരു റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിക്കണം. കൽഗൂർലി പട്ടണത്തിലെങ്ങും പഴയ കൊളോണിയൽ കാലത്തിന്റെ കാഴ്ചകളാണ്. 19-ാം നൂറ്റാണ്ടിൽ സ്വർണം തേടി ആളുകൾ കുടിയേറിയെത്തിയിരുന്ന ഒരു പ്രദേശം ഖനിനഗരമെന്ന് വിശേഷിപ്പിക്കാം. ഖനിയുടമകളും അവിടുത്തെ തൊഴിലാളികളും മറ്റുദ്യോഗസ്ഥന്മാരുമൊക്കെ സ്ഥിരവാസമാക്കിയ ഒരു പട്ടണം. പഴയ ഒരു ബ്രിട്ടീഷ് പട്ടണത്തിന്റെ എല്ലാ രൂപഭാവങ്ങളുമുണ്ട്. റിഡ്ജസ് എന്ന ഈ ഹോട്ടലിലാണ് ഞങ്ങൾ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ അകത്തേക്ക് കയറി ചെന്നു. ഒരു ഇന്ത്യൻ വംശജനാണ് റിസപ്ഷനിൽ. മുറിയുടെ കീ വാങ്ങി. കുറേയേറെ മുറികളുള്ള ഹോട്ടലാണ്. പക്ഷേ ഒരൊറ്റ കെട്ടിടമല്ല, ഒരു തൊടിയിൽ പല കെട്ടിടങ്ങൾ. ഞാൻ എന്റെ മുറിയിലേക്ക് കയറി ചെന്നു. ഒരു ഡീലക്സ് റൂമാണ്, നല്ല മുറി. ഭക്ഷണം ഞങ്ങൾ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരികയായിരുന്നു. അത് കഴിച്ചു. ഇനി ഒന്നുറങ്ങണം.